നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കൊണ്ടുപോയത് കനത്ത സുരക്ഷയിൽ. ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നെന്ന് കെ സുധാകരൻ എം പി. ഇത് തടയാൻ സർക്കാരിനാവുന്നില്ലെന്നും എം പി. കണ്ണൂരിൽ വീടിന്റെ മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം. മരിച്ചത് കോളയാട് പഞ്ചായത്തിലെ ചെമ്പുക്കാവ് തെറ്റുമൽ സ്വദേശി ചന്ദ്രൻ. വയോധികയായ അമ്മയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകനായ കെ സതീശൻ കുറ്റക്കാരൻ. ഉളിയിൽ വെമ്പടിച്ചാൽ വീട്ടിൽ പാർവതി അമ്മയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പിടികൂടിയ ശേഷം വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിംഗും CCTVകളും പ്രവർത്തനക്ഷമമല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട്. ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമിയാണ് ചാടിയതെന്ന് അറിഞ്ഞത്. ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നെന്ന് കെ സുധാകരൻ എം പി. ഇത് തടയാൻ സർക്കാരിന് ആവുന്നില്ല. കഴിവുകെട്ട സർക്കാരാണിതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. തടവുപുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ്. അതിലൊരു ഉപദേശക സമിതിയുടെ ചെയർമാൻ പി ജയരാജനാണ്. അവർ യോഗം ചേരാറുണ്ട്. അവർക്കിതെല്ലാം അറിയാം. എന്തുകൊണ്ട് അത് നിർത്തേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാർ നൽകുന്നില്ല? അവരോട് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് എന്നാന്ന് ഇയാളെ പേര് പറഞ്ഞ് ഗോവിന്ദച്ചാമിത്തേരിയൊന്നും ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അദ്ദേഹത്തെയൊക്കെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്, സാമൂഹിക ജീവിതമാണ്, സാമൂഹിക വ്യവസ്ഥിതിയാണ്, സാമൂഹിക ചർച്ചയാണ്, സംവിധാനമാണ്. അതിന് തിരുത്തേണ്ടത് സർക്കാരാണ്. സർക്കാരിന് ചെയ്യാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു സർക്കാരിന്റെ മുമ്പിൽ ഇതിനൊന്നും മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നു. ജയിൽ ചാടുന്നതിന് ഗോവിന്ദച്ചാമിക്ക് ജയിലിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. സ്കൂളുകളിലും ജയിലുകളിലും അടക്കം ലഹരി സുലഭമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമ്പ്രദായം നാട്ടിൽ സ്ഥായിയാണ്. അത് നിർത്താൻ സർക്കാരിന് ആവുന്നില്ലെങ്കിൽ അത് തെളിച്ച് പറയുകയാണ് വേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ വീടിന്റെ മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം. കോളയാട് പഞ്ചായത്തിലെ ചെമ്പുക്കാവ് തെറ്റുമൽ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ശക്തമായ കാറ്റിൽ മരം കടുപുഴകി വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. വീട്ടിൽ 3 പേർ ഉണ്ടായിരുന്നെങ്കിലും 2 പേർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കൂത്തുപറമ്പിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇടിഞ്ഞു വീണ വീട്ടിൽ നിന്നും ചന്ദ്രനെ പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയോധികയായ അമ്മയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനായ കെ സതീശനെ കുറ്റക്കാരനാണെന്ന് തലശ്ശേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഫിലിപ്പ് തോമസ് കണ്ടെത്തി. ഉളിയിൽ വെമ്പടിച്ചാൽ വീട്ടിൽ പാർവതിയമ്മയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 2018 മെയ് 13 വൈകിട്ട് 3:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്യപാനിയായ പ്രതി സ്വത്ത് വിറ്റ് പണം ചെലവഴിച്ചതിനെ അമ്മ ചോദ്യം ചെയ്തതാണ് സംഭവത്തിനിടയാക്കിയത്. പാർവതിയമ്മയുടെ ഏക മകനാണ് സതീശൻ. പ്രതി പാർവതിയമ്മയെ കട്ടിലിൽ കിടത്തി ദേഹത്ത് കയറിയിരുന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വാരിയെല്ലുകൾ ഒടിയുകയും ചെയ്തു. സംഭവ സമയം മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല. ബന്ധുവും അയൽക്കാരനുമായ ബിനീഷിന്റെ പരാതിയിലാണ് മട്ടന്നൂർ SI ആയിരുന്ന ശിവൻ ചോടത്ത് കേസെടുത്തത്. പ്രതിക്കുള്ള ശിക്ഷ 28-ന് വിധിക്കും. നേതാക്കൾ മരിക്കുമ്പോൾ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന പ്രചരണം പണ്ടേയുള്ളതാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ. PP കുഞ്ഞിക്കണ്ണന്റെ 26-ാം ചരമവാർഷിക ദിനാചരണം ചമ്പാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
CPM ജില്ലാ കമ്മിറ്റി അംഗവും പാനൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന PP കുഞ്ഞിക്കണ്ണന്റെ 26ാം ചരമവാർഷിക ദിനാചരണം ചമ്പാട് നടന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. നേതാക്കളും പ്രവർത്തകരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. താഴെ ചമ്പാട് നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗോപാലൻ എന്ന പേര് പോലും പരിഹാസത്തോടു കൂടിയാണ് AKGയെ കുറിച്ച് അവർ പറഞ്ഞത്. ഗോപാലനായിരുന്നു. AKG മരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇനി ഉണ്ടാവില്ല. അത് തീർച്ചയാണ്. AKGയെ പോലെ AKG പിന്നീട് ഉണ്ടായിട്ടില്ല. AKGയുടെ അവസാനത്തോടുകൂടി ജനസമ്മതനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായി മാറി. അതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവസാനിക്കും. പിന്നീട് നാം EMSന്റെ വിയോഗത്തെ തുടർന്ന് ഇതേ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് CH കരുണാകരനും അഴീക്കോടനും ഒക്കെ മരിച്ചപ്പോഴും ഇത് തന്നെ കേരളത്തിൽ നാം കേട്ടതാണ്. ഏറ്റവും ജനപ്രിയനായ നായനാർ, കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നായനാർ മരിച്ചപ്പോഴും ജനമനസ്സുകളിൽ ജീവിച്ച കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് സഖാവ് നായനാർ എന്നായിരുന്നു എല്ലാവരും അന്ന് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം അന്നത് പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് സഖാവ് കോടിയേരി നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. സൗമ്യനും സുസ്മേരവതനുമായ കേരളത്തിൻ്റെ ഹൃദയത്തിലേക്ക് കുടിയേറിയ സഖാവ് കോടിയേരി മരിച്ചപ്പോഴും ഇനി ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നമുക്ക് കിട്ടില്ല. ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതാവുന്നതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ലാതാവുകയാണ്, CPIM-ഉം ഇല്ലാതാവുകയാണ് എന്ന് അവർ ചിന്തിക്കുന്നു. പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. E വിജയൻ അധ്യക്ഷനായി. CPM ചമ്പാട് ലോക്കൽ സെക്രട്ടറി K ജയരാജൻ സ്വാഗതം പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് 26ാം വാർഷികം ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ അമർ ജവാൻ സ്മാരകത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനറാണി, റിട്ടയേർഡ് മേജർ ജനറൽ T പത്മിനി, നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ, വത്സരാജ് മടയത്ത്, KK വിജയൻ, CM വിനോദൻ, മഹിജ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത്. जैसा कोई नहीं है, अस्सी नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा. ഭടന്മാരോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ അതിർത്തിയുടെ നമ്മുടെ ജീവനെ കാക്കാൻ വേണ്ടി നിലനിർത്തുന്ന ഭടന്മാരെയും ഓർത്തുകൊണ്ട് ഈ ഒരു ദിവസം സന്തോഷത്തോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനും അതുപോലെ തന്നെ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് 1999 മെയ് മാസത്തിലാണ് യുദ്ധം നടന്നത്. മെയ് തുടങ്ങി ജൂലൈ 26 വരെ 26 കഴിയുകയാണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ യുദ്ധം അവസാനിച്ചതാണ്. ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻകാരെത്ര സ്ഥലം
കൊണ്ടുപോയോ അതൊക്കെ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കാർഗിൽ ദിവസത്തിൻ്റെ ഒരു മഹത്തായ ഒരു പ്രത്യേകത. ഇതിനുവേണ്ടി നമ്മുടെ ചെറിയ അത് മരിച്ചവർ പലരും കമ്മീഷൻ കഴിഞ്ഞ് ഉടനെ അങ്ങോട്ടേക്ക് ക്ലാസ് സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് ആയ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ സൈനികരാണ് അത് ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത്. അവർക്ക് എല്ലാവർക്കും ഈ രാജ്യത്തിൻ്റെ പേരിലും തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വിദ്യാഭ്യാസ മികവിനുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പുന്നോൽ ഉസൈൻ മൊട്ടയിലെ ലോറൻ ഗാർഡനിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ രക്ഷാധികാരി ഹംസ മേലേക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. തൻവീർ അഹമ്മദ് അധ്യക്ഷനായി. മുൻ എക്സൈസ് കമ്മീഷണർ PK സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആത്യന്തികമായി ഒരു നല്ല പൗരനായി, നല്ല ഒരു മനുഷ്യനായി മാറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏതായാലും വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അടുത്തത് എങ്ങോട്ട് പോകണം, ഏത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു സന്നിഗ്ധ ഘട്ടം കൂടിയാണ്. അപ്പം SSLC കഴിഞ്ഞാൽ +1 ഏതൊക്കെ വിഷയങ്ങളിലേക്ക് ചേരണം, +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പിന്നീടുള്ള ഗ്രാജുവേഷൻ ഏത് തലത്തിലേക്ക് പോകണം എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുണ്ടാവും. അതിൽ നമുക്ക് രക്ഷിതാക്കൾക്കും അതിനകത്ത് കുട്ടികളെ വലിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അതിന് രക്ഷിതാക്കളായാലും കുട്ടികളായാലും ആ കുട്ടികളുടെ കഴിവ് എന്താണ്, കുട്ടികളിൽ ഉണ്ടാകുന്ന അവരുടെ താല്പര്യം എന്താണ് എന്ന് കണ്ടെത്തി അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതായിരിക്കും ഗുണകരമാകുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫ് കോച്ച് ട്രെയിനർ ഷാഫി പാപ്പിരിശ്ശേരി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സമയത്ത് എപ്പോഴാണ് ഈ നിങ്ങൾ ദേഷ്യം വരുന്നത്, പാരന്റ്സിന് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് പാരന്റ്സ് ദേഷ്യം ഉണ്ടാവുക? ദേഷ്യം വിളിക്കുന്നത് എന്തൊരു സൗമ്യത പറഞ്ഞു ദേഷ്യം വിളിക്കും. എപ്പോഴൊക്കെയാണ് കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ദേഷ്യം വിളിക്കുന്നത്? എന്താ വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കാണ് വാശി? നിങ്ങൾക്കാണോ കുട്ടികൾക്കാണോ? നല്ല പേരന്റ്, എനിക്കാണ് വാശി. സമ്മതിച്ചു. സാറിന് പറയുന്നത് വാച്ചിങ് TV ആൻഡ് മൊബൈൽ ഡിവൈസ് അല്ലെ, ഇതിലിങ്ങനെ എൻഗേജ് ആകുമ്പോൾ ദേഷ്യം വരും. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു കാര്യം പറയല്ലോ, എന്താ പറയല്, നിങ്ങളിങ്ങനെ അവരെ ഇങ്ങനെ ഡീൽ ചെയ്യാം. എന്ത് പറഞ്ഞിട്ടാണ് ഡീൽ ചെയ്യാം? അവരോട് ചോദിക്കുന്നത് അവര് പറഞ്ഞത്. ഞാൻ പറയട്ടെ ഒരു സെന്റൻസ്, നിങ്ങളത് കേട്ട് നോക്കണം. വീട്ടിൽ എന്തറിയോ, നീ 24 അങ്ങനെ പറയലുണ്ട്. പറയലില്ല. എന്തിനാ പറയുന്നത്? ഇത് കേട്ടിട്ട് എന്റെ ഈ അഡോളസൻസിലെ മക്കൾ പറയും, സാർ എവിടെ പോയാലും അവരോട് ഉള്ളത് മാത്രം പറയണേ. പറയുമ്പോൾ നമ്മൾ ക്ലീശയായിട്ട് ശീലോട് പറയാം. ഈ ശീലങ്ങളുടെ ഒരു പ്രത്യേകത, ശീലം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ അറിയാതെ ഇങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും ചെയ്തിട്ടൊക്കെ നമ്മളിൽ ഇങ്ങനെ കയറിക്കൊള്ളും. അത് കയറി പിടിക്കുന്നതല്ലോ, പിന്നെ നമ്മൾ പോലും അറിയില്ല ഈ സാധനം നമ്മളിൽ ഇങ്ങനെ പ്രാക്ടീസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, ഡൂയിങ് ആണെന്ന് മനസ്സിലാവും. ശീലത്തിന്റെ പ്രത്യേകത. സംസാരത്തിന്റെ ഭാഗമായിട്ട് കുറെ ശീലങ്ങൾ കയറി വരുന്നുണ്ട്. അതിലൊന്നായത് എന്തെങ്കിലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഭാര്യമാര് കേൾക്കുന്നൊരു വർത്താനുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് കേൾക്കുന്ന വർത്താനുണ്ട്. എന്ന് പറയുമോ, നീ എപ്പോ നോക്കിയാലും ഇത് എടുക്കാൻ കയറി വന്നല്ലേ? ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലീഷേ ടോക്ക് ഇല്ലേ? സാർ പറയാറുണ്ടോ? പറയാറില്ല. ഇല്ലേ? ഞാൻ പറയുന്നുണ്ട്. അകത്തുള്ള മനുഷ്യൻ നോക്കിയിട്ട് ഒരു ക്ലാപ്പ് കൊടുക്കും. സത്യസന്ധനായ മനുഷ്യൻ. ഇതൊക്കെ സ്പെഷ്യൽ മെമ്മറിയോട് റെഡിയാക്കി വെക്കും. നല്ല ഓഡിയൻസ്. സാമൂഹ്യ പ്രവർത്തകൻ PP മൊയ്തുവിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. Congratulations.
പ്രോഗ്രാം കൺവീനർ നിസാം നാലകത്ത്, അമീർ മീത്തൽ, കെ കെ സത്താർ, റഷ്ദീൻ അമീർ, എൻ കെ ഷംസീർ എന്നിവർ സംസാരിച്ചു. വി കെ അബ്ദുറഹീം സ്വാഗതവും അമീർ മീത്തൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കൂത്തുപറമ്പ് റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ സ്കൂൾ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ചിത്രകാരൻ BTK അശോക് ഉദ്ഘാടനം ചെയ്തു. സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, IT, മാത്സ്, വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. പ്രശസ്ത ചിത്രകാരൻ BTK അശോക് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സഹപാഠികളൊക്കെയായി അവരുടെ കൂടെയാണ് കൂടുതൽ ഭാഗവും സമയവും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ നമ്മളെ കൂടെ കൊണ്ടുവരേണ്ടത് എന്ന് അധ്യാപകരും ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലബിൻ്റെ ഈ പ്രവർത്തനവും കുട്ടികളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നത്. നമ്മൾ കുട്ടികളെ പരമാവധി സ്നേഹിക്കുക. ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്പർശിക്കാൻ കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ വിരൽ തൊടുമ്പോൾ അവൻ ആര് എന്ന് നമ്മോട് അവൻ തുറന്നു പറയും, അല്ലെങ്കിൽ നമ്മോട് അവൻ കാണിച്ചു തരും. ആ രീതിയിൽ നമ്മൾ കുട്ടികളെ സമീപിക്കുമ്പോഴാണ് ക്രിയാത്മകമായ ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഭാവിയിൽ വളരെ ഉന്നതങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് സഹായകമാവുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മേഴ്സി കുന്നത്തുപുരയിടം SABS അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ബിൻഡി മാത്യു സംസാരിച്ചു. സ്കൂൾ ലീഡർ പാർവതി S നമ്പ്യാർ സ്വാഗതവും EK റൂബി ഫാത്തിമ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ കലാപരിപാടികളും നടന്നു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ.
സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തയിലേക്ക്. കേരള വനം വന്യജീവി വകുപ്പ് കണ്ണൂർ വനം ഡിവിഷൻ കണ്ണവം റേഞ്ചിന്റെ നേതൃത്വത്തിൽ കണ്ണവം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനം വകുപ്പും കണ്ണൂർ ജില്ലാ വനം ഡിവിഷൻ കണ്ണവം റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കണ്ണവം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണുരുളകൾക്കുള്ളിലാക്കി വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. ഭക്ഷണം തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് വേണ്ട ഭക്ഷണം കാട്ടിനുള്ളിൽ തന്നെ ഒരുക്കുക എന്ന ഉദ്ദേശത്തിലാണ് വിത്തൂട്ട് പദ്ധതി ആരംഭിച്ചത്. വിത്തൂട്ട് ഉദ്ഘാടനം കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് നിർവഹിച്ചു. വിത്തൂട്ടെന്ന് പറയാണ്. ഇപ്പോൾ വിത്തൂട്ട് ഇതിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബോളുകൾ കാട്ടിലേക്ക് നിക്ഷേപിക്കലാണ്. കയ്യിലെ ബോളുകൾ നിക്ഷേപിക്കുക. അപ്പോൾ അത് വളർന്നു വന്ന് മൃഗങ്ങൾക്ക് എല്ലാ ഭക്ഷണവും ഇത് ആയി മാറട്ടെ.
അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറെ ഡീഗ്രേഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് വിത്തുകൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ മുളപ്പിച്ച് വെച്ചു. എന്തുകൊണ്ട് സാറിനായിട്ട് കഴിഞ്ഞ മുളക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ചെറിയ ഇതൊക്കെ ജീവിക്കെടുത്ത് എത്തുന്നു. കാട്ടിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ പരിപാലിക്കാൻ പറ്റില്ല. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷൈജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ജിഷ്ണു എന്നിവർ ക്ലാസ് എടുത്തു. CPO എം കെ രാജീവൻ, കെ പവിത്രൻ, എം ടി സനീഷ്, രാജീവ് ദ്യോത്, VP ഷീജ, BD ദീപ്തി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുട്ടികൾക്ക് വന്യമൃഗങ്ങളെയും കാടിനെയും അടുത്തറിയാനുള്ള അവസരം കൂടിയായി വിത്തൂട്ട് ചടങ്ങ് മാറി. ന്യൂമാഹിയിലെ പ്രമുഖ തറവാടായ ചൊയ്യാൻകണ്ടി കുടുംബസംഗമത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ സെന്റർ ബ്ലഡ് സെന്ററിൽ കുടുംബാംഗങ്ങൾ ഇൻഹൌസ് സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുതിർന്ന കുടുംബാംഗം CH താജുദ്ദീൻ നിർവഹിച്ചു. ചൊയ്യാൻകണ്ടി തറവാടിന്റെ കുടുംബസംഘവുമായി ബന്ധപ്പെട്ട് രക്തദാനത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിവിട്ട് എല്ലാവർക്കും രക്തദാനം ഉദ്ഘാടനം ചെയ്തായിട്ടുണ്ട്. CH ഷാനവാസ് അധ്യക്ഷനായി. ഡോക്ടർ മോഹൻദാസ് മുരുകൻ, ഡോക്ടർ ഹർഷ, അസീസ് ഹാഷിം, റെയ്സ് മാടപ്പിടിക എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് ബ്ലഡ് ബാങ്ക് കൗൺസിലർ റോജ, അൻസൽ, ഇമ്രാൻ, സിദ്ദിഖ്, ഷൈൻജു, ഷർനാം, താഹിർ, സമാൻ എന്നിവർ നേതൃത്വം നൽകി. ചോയാങ്കണ്ടി കുടുംബത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ മോഹൻദാസ് മുരുകനിൽ നിന്നും കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. ക്യാമ്പിന് PP റിയാസ്, നജ്മ ഹാഷിം സ്വാഗതവും PP റിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂമാഹി ചോയാങ്കണ്ടി ഫാമിലി ഗെറ്റുഗതറിനോടനുബന്ധിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരളത്തിൻ്റെ തലശ്ശേരി ശാഖയുടെ ഭാഗമായി ഞങ്ങളിവിടെ കുറേ പേര് ഇവിടെ ബ്ലഡ് കൊടുക്കുവാൻ എത്തിയിരിക്കുകയാണ്. 10-30ഓളം ആളുകൾ ഇവിടെ വന്നിട്ട് കുറച്ച് പേര് റിജക്റ്റ് ചെയ്തു. ചോയാങ്കണ്ടി ഫാമിലിയുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കാരണമാണ് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ LSS, USS വിജയികളെയും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വൈബ് വിക്ടറി 2025 എന്ന പേരിൽ നടന്ന പരിപാടി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KV പ്രമോദ് നിർവഹിച്ചു. നിങ്ങൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ലാതെയാണ് ഞങ്ങൾ അനുദിനം ഇതുപോലെയുള്ള മയക്കുമരുന്ന് കേസുകൾ പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇതുപോലെ വൈദ്യുതി പോകുന്നത്? ഇവിടെയൊക്കെ കടവത്തൂർ സ്കൂളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കി പല കുട്ടികളും ഇതുപോലെ തന്നെ ഉന്നത പഠനത്തിനായിട്ട് കോളേജുകളിലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ കുട്ടികൾ പോലും ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്ക് വൈദ്യുതി പോകുന്ന വാർത്തകൾ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾ ഞാൻ കൂടുതൽ കണ്ടില്ല. ഇതുപോലെയുള്ള പ്രായം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അടുത്തത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അല്ലാതെ ചെയ്യാനും പരീക്ഷിക്കാനും ഒക്കെയുള്ളൊരു കൗമാര കാലഘട്ടമാണ്. അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വൈദ്യുതി പോകുന്ന ഒരുപാട് വാർത്തകളാണ് അതിലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ മറ്റും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് നോക്കുന്നില്ല. ഇപ്പോ ഒരുപാട് ഇനി സമ്മാനങ്ങൾ തരാനുണ്ട്. നമ്മൾ പോലീസൊക്കെ തന്നെ ഇന്ന് നിങ്ങൾക്കറിയാം, പല കുട്ടികളും ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ മൊബൈൽ ഫോണും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന വാർത്തകൾ, ഡിജിറ്റൽ അടിമകളായ ഒരുപാട് കുട്ടികൾ പറഞ്ഞെടുത്ത് മാനസികമായ ഡിപ്രഷനും ആത്മഹത്യകളും പോയ ഒരുപാട് വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നും ഈ കൂടുതലായി പറയാനിപ്പോ സമയമില്ല. തീർച്ചയായിട്ടും ഈ സ്കൂൾ പഠിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്യാനും ഉന്നത വിജയം ജീവിതത്തിലുടനീളം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇന്നലെ വലിയൊരു വാർത്തകൾ ഉണ്ടാവും. ഇന്നലെ അല്ലേ കേരളത്തിൽ ഗോവിന്ദച്ചാമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ തടവിയാടിയ വാർത്ത കേരളം തന്നെ ഇന്നലെ ആകെ തെറ്റിപ്പോയി. ആരാ ഗോവിന്ദച്ചാമി എന്നൊക്കെ നമുക്കറിയാം അല്ലേ? വളരെ ഹീനമായ കുറ്റകൃത്യം ചെയ്ത് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഹീനമായ കുറ്റകൃത്യം ചെയ്ത് കൊലപാതകം ചെയ്ത്
വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി സെൻട്രൽ ജയിലിൽ നിന്ന് ആ പഴുതുകൾ ഉപയോഗിച്ച് ജയിൽ ചാടി പുറത്തുപോയി. PTA പ്രസിഡന്റ് സമദ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. OSA സെക്രട്ടറി ഡോക്ടർ കെ അബൂബക്കർ, സ്കൂൾ സബ് കമ്മിറ്റി കൺവീനർ കെ അബൂബക്കർ, മദർ PTA പ്രസിഡന്റ് കെ നുഫൈസ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, SRG കൺവീനർ A ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഫാറൂഖ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KM അബ്ദുള്ള നന്ദിയും പറഞ്ഞു. വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ കീഴിൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്തെ നിർവഹിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്കൂൾ പ്രിൻസിപ്പാൾ പ്രശാന്തൻ തച്ചറത്ത് നിർവഹിച്ചു. NCC ഓഫീസർ TP രാബിദ്, NCC ഇൻസ്ട്രക്ടർമാരായ ഹവിൽദാർ രാജ്മണി ഓജ, ഹവിൽദാർ മുകേഷ് കുമാർ, സർജൻ മേജർ കിരൺ ബേദി, ക്വാർട്ടർ മാസ്റ്റർ സർജൻ നിയുക്ത് അൻവിത ആർ ബിജു, കോർപ്പറൽ ഇഷാൻ സ്മിതേഷ്, ജിയ PK, അനുഗ്രഹ AK തുടങ്ങിയവർ നേതൃത്വം നൽകി. 50 കേഡറ്റുകൾ റാലിയിൽ അണിചേർന്നു. ഇലകളെയും ഇല വിഭവങ്ങളെയും പരിചയപ്പെട്ട് ഇല അറിവുമേള സംഘടിപ്പിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല, വയോജനവേദിയും ബാലവേദിയും ചേർന്നാണ് കർക്കിടക മാസത്തിൽ ഇല അറിവുമേള സംഘടിപ്പിച്ചത്. വയോജനങ്ങളുടെ കൈപുണ്യം രുചിച്ചറിഞ്ഞ് ഇല വിഭവങ്ങളെ പരിചയപ്പെട്ട് കുട്ടികൾ. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല, വയോജനവേദിയും ബാലവേദിയും ചേർന്നാണ് കർക്കിടക മാസത്തിൽ ഇല അറിവുമേള സംഘടിപ്പിച്ചത്. 100ഓളം ഇല വിഭവങ്ങളുടെയും 10 ഇലയടക്കം നിരവധി ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവുമാണ് വായനശാല ഹാളിൽ ഒരുക്കിയത്. പരിസ്ഥിതി പ്രവർത്തകനും ഔഷധ സസ്യ പ്രചാരകനുമായ പ്രഭാകരൻ കക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ആരെല്ലോ പറയേണ്ട ഇതെല്ലാം നമ്മുടെ മുറ്റത്തുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് ഒരു കാര്യമാണ്. ആ ഒരു കാര്യമാണ് ഔഷധ സസ്യ രംഗത്ത് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. 2012 കണ്ണൂർ കളക്ടറേറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഫെർണാണ്ടസ് എന്ന ഒരു വ്യക്തി, അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ 2012 അദ്ദേഹത്തിന് നടുവേദനയുണ്ടായി. KP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് B പ്രദീപൻ, E രാജൻ, KK സനൽകുമാർ എന്നിവർ സംസാരിച്ചു. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂൾ, പാറപ്പുറം JBS എന്നീ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികളോട് വയോജനങ്ങൾ പഴയ കാലത്തെ പഞ്ഞമാസത്തെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. പങ്കെടുത്തവർക്കെല്ലാം കർക്കിടക കഞ്ഞിയുടെ രുചി നുകരാനുള്ള അവസരവും ലഭിച്ചു. വെള്ളം തന്നെയായിരിക്കും അതിങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ കുതിരപ്പുറത്തെ തിരിഞ്ഞെടുക്കുന്നു. അങ്ങനെയൊക്കെ സ്ഥിതിയിലാണ് നമ്മൾ ഇതായിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അതിൽ പറഞ്ഞാലും മനസ്സിലാവില്ല. സാമ്പാറും ചോറുമല്ലോ അന്നൊന്നും ഒന്നുമില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പട്ടിണിയാണ്. നമ്മളെല്ലാം വളർന്ന കാലം നോക്കുമ്പോൾ ഇപ്പം എന്തെന്നാ പറയേണ്ടത്. നല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മ്യൂസിക്കിൽ 1ാം റാങ്ക് നേടി വടക്കുംപാട് സ്വദേശി R അഭിഷേക്. വടക്കുംപാട് കമ്മ്യൂണിറ്റി ഹാളിനു സമീപം ശ്രുതിലയത്തിൽ P രമേശന്റെയും KK രമയുടെയും മകനാണ്. ശാസ്ത്രീയ സംഗീതത്തിലും മികവ് തെളിച്ചിരിക്കുകയാണ് തലശ്ശേരി വടക്കുംപാട് ശ്രുതിലയത്തിലെ R അഭിഷേക്. വളരെ ചെറുപ്പകാലത്ത് തന്നെ സംഗീതരംഗത്ത് ചുവടുവെക്കാൻ ഈ പ്രതിഭയ്ക്ക് സാധിച്ചു. മൂത്ത സഹോദരിയായ ആര്യയിൽ നിന്നാണ് സംഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. సరమైన మాటలెందు చాలు చాలు రసక్షమీ
సంతోషము మేలు మేలు సరసాక్షమీమెందో సంతోషము మేలు మేలు സരമൈന മാടലെന്തോ. തുടർന്ന് സംഗീത ഗുരുവായ പ്രൊഫസർ കവമട്ടം വാസുദേവന്റെ കീഴിൽ ചിട്ടയായ പഠനം. 13 വർഷത്തെ ഗുരുശിഷ്യബന്ധം ഇന്നും തുടർന്നു പോരുന്നുണ്ട്. രാഗതാളങ്ങളിൽ ചൂടുറപ്പിച്ച ശേഷം വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രയായിരുന്നു. കേരളത്തിലെ പലയിടത്തും ഫ്യൂഷൻ പരിപാടിയും മറ്റും അവതരിപ്പിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെമ്പൈ മ്യൂസിക് കോളേജിൽ ബിരുദം അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ റിസൾട്ട് വരുന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ 10-13 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഇപ്പം സംഗീതം ഈ ഫീൽഡിൽ തന്നെയുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഫസർ കാവമട്ടം വാസുദേവൻ സാറാണ് എൻ്റെ ഗുരു. ഞാനൊരു ഫ്ലൂട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതായത് ഫ്ലൂട്ടിൻ്റെതായാലും പിന്നെ അതുപോലെ തന്നെ വോക്കലിൻ്റെതായാലും രണ്ടിൻ്റെയും ഞാൻ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രോഗ്രാംസും പിന്നെ ഇതുപോലെ തന്നെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഒരു ഇതിലേക്കും പോകാനാണ് എനിക്ക് താല്പര്യം. ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. 3 വർഷമായി പുല്ലാങ്കുഴലും അഭ്യസിച്ചു വരുന്നു. സംഗീതം തുടർന്നും പഠിക്കാനാണ് ആഗ്രഹമെന്ന് അഭിഷേക് പറയുന്നു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ലൈറ്റ് ആന്റി ഡ്രഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും നടത്തി. പൊന്നം 4 മൈൽ കനകമഠം LP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സെന്റർ കമ്മിറ്റി അംഗം രമേശ് കണ്ടോത്ത് ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപക്ഷേ സ്വർണ്ണ ഇടപാട് നടത്തുന്നതിനേക്കാളേറെ
നമുക്ക് സമ്പന്നതയിലേക്ക് കുതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായിട്ട് പലപ്പോഴും നമ്മുടെ രാസലഹരികൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ലഹരി എന്നുള്ള വാക്ക് ഇതിന് പകരം മയക്കുമരുന്ന് എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ലഹരി എന്ന പൊതു പദം അതിൻ്റെ സബ് ഡിവിഷനായി മയക്കുമരുന്നിനെ കുറിച്ചും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചും നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ കരുതലോടുകൂടിയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്. കൃത്യമായി പറയുന്നത് രാസലഹരിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചരണങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ലഹരി എന്ന പദം ആത്മാർത്ഥമായി സത്യസന്ധമായി സമൂഹത്തിന്റെ മുന്നിൽ ലഹരി വിരുദ്ധമായ പ്രചരണത്തിന് ഇറങ്ങാൻ നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചുവടുവെപ്പാണ്. ഉദാഹരണത്തിന് കുട്ടികളെ എങ്ങനെയാണ് ലഹരിയുടെ ലോകത്തേക്ക് പിച്ച വെച്ച് നടത്തിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കതിർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജില പി രാജ് അധ്യക്ഷയായി. ലൈറ്റ് ക്ലബിന്റെ കൺവീനർ സജിത് നാലാമയിൽ സ്വാഗതം പറഞ്ഞു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം കെ പ്രസന്ന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വി സാവിത്രി, സ്കൂൾ പ്രധാനാധ്യാപിക നികിത തുടങ്ങിയവർ സംസാരിച്ചു. 3 മൈൽ കോംപ്ലക്സ് ആശുപത്രി സഹകരിച്ചാണ് നേത്രപരിശോധനയും ആവശ്യമുള്ളവർക്ക് ചികിത്സയും ഒരുക്കിയത്. ലീന ടീച്ചർ, പ്രകാശൻ മഹിജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പയ്യന്നൂർ യൂണിറ്റിന്റെയും കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമി, കണ്ടങ്ങാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജലശയനം 2025 സംഘടിപ്പിച്ചു. പയ്യന്നൂർ പോലീസ് ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക മുങ്ങിമരണ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്രമായ ജലസുരക്ഷാ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പയ്യന്നൂർ യൂണിറ്റിന്റെയും കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കണ്ടങ്കാളി വായനശാല ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയത്. മുങ്ങിമരണങ്ങളെക്കുറിച്ചും ജലസുരക്ഷയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുകയാണ് ജലശയനം 2025 പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രകുളത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. പയ്യന്നൂർ പോലീസ് ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പാസാക്കിയ പ്രമേയത്തിലൂടെയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. മുങ്ങിമരണങ്ങളെക്കുറിച്ചും ജലസുരക്ഷയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മുങ്ങിമരണങ്ങൾ തടയുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാനും വേണ്ടിയുള്ള ഒരു ദിനം കൂടിയാണിത്. ലോകത്ത് നടക്കുന്ന അപകടങ്ങളിൽ 3-ാം സ്ഥാനം മുങ്ങിമരണമാണ്. ഓരോ വർഷവും ലോകത്തിൽ 2 ലക്ഷത്തിലധികം ആളുകളാണ് മുങ്ങിമരണം മൂലം ജീവൻ വെടിയുന്നത്. ഇവരിൽ വലിയൊരു പങ്കും കുട്ടികളാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷനായി. പയ്യന്നൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ജലസുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിനുള്ള സ്കോളർഷിപ്പുകളും പ്രഖ്യാപിച്ചു. തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P ഉമേഷ് മുഖ്യാതിഥിയായി. പ്രസിഡന്റ് PO ജാബിർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് കണക്കും അവതരിപ്പിച്ചു. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ലത്തീഫ് KSA, ഫാറൂഖ് പാലോട്ട്, K സക്കരിയ എന്നിവർ വിശിഷ്ടാതിഥിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. PMC മൊയ്തു, PV ഹംസ എന്നിവർ സർക്കാർ സർവീസിൽ ജോലി കരസ്ഥമാക്കിയ അബ്ദുൽ നസീദിന് സ്നേഹോപഹാരം കൈമാറി. ഈ വർഷത്തെ അഖിലേന്ത്യാ NIFT പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തലശ്ശേരി ഗവൺമെൻറ് ആഫ്റ്റർ കെയർ ഹോമിലെ ശിവക്ക് ബൈറുഹ ആപ്റ്റിൻ്റെ നേതൃത്വത്തിൽ അനുമോദനവും ഒരുക്കി. ആഫ്റ്റർ കെയർ ഹോം സൂപ്രണ്ട് അഷ്റഫ്, ബൈറുഹ പ്രസിഡന്റ് തൻവീർ, സെക്രട്ടറി മുഹമ്മദ് നസീബ്, ആപ്റ്റ് കോർഡിനേറ്റർ A അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി PO ജാബിറിനെയും ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് നിസാർ പടിപ്പുരക്കലിനെയും ട്രഷററായി മുനീസ് അറിയലകത്തിനെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി OB മുഹമ്മദ് റഫീഖ് സ്വാഗതവും
ട്രഷറർ മുനീസ് അറിയിലകത്ത് നന്ദിയും പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി കണ്ണൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ പാനൂർ ബ്ലോക്ക് പാനൂർ നഗരസഭാ കലാസമിതി കലാകാര കൺവെൻഷൻ പാനൂർ നൂപുരധ്വനി ഹാളിൽ നടന്നു. പ്രശസ്ത നാടക സിനിമ ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നാടക സിനിമാ താരം രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തോടെ ചോദിച്ചു, എത്രമാത്രം ഏതൊക്കെ കലാകാരന്മാരെയാണ് ഈ കലാകാരന്മാരുടെ ഗ്രൂപ്പിലേക്ക് പെടുത്തുന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെയ്യം കലാകാരനും, ചെണ്ട കലാകാരനും, കഥകളിക്കാരനും, ഓട്ടത്തൊഴിലുകാരനും, നാടകക്കാരനും, പാട്ടുകാരനും എല്ലാം തന്നെ ഈ കലാകാരന്മാരുടെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അങ്ങനെ വരുന്ന കലാകാരന്മാരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ബാധ്യത, ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാരിനുണ്ട്. സർക്കാർ എന്ന സംഗീത നാടക അക്കാദമി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം വളരെ കൃത്യമായിട്ട് ഈ കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ട് നടപടികൾ ഉപയോഗിച്ചു. കലാകാരന്മാരുടെ പെൻഷൻ 60 കഴിഞ്ഞ് കലാകാരന്മാർക്കൊക്കെ പെൻഷൻ നൽകാനുള്ള ഒരു പദ്ധതിയുണ്ട്. പക്ഷേ എത്രമാത്രം ആളുകൾക്ക് ക്ഷേമനിധിയിൽ ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. കേന്ദ്ര കലാസമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീധരൻ സംഘമിത്ര അധ്യക്ഷത വഹിച്ചു. പ്രതീഷ് കുമാർ നൂപുരധ്വനി സ്വാഗതവും രൂപേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. റിട്ടയർഡ് സൈനികൻ ചമ്പാട് അരയാക്കുല്ലെ പ്രമാണ്ടിയിൽ പ്രകാശൻ അന്തരിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. അപ്രതീക്ഷിത വേർപാട് നാടിനാകെ നൊമ്പരമായി. ദീർഘകാലത്തെ സൈനിക ജീവിതത്തിന് ശേഷം പൊതുകാര്യങ്ങളിൽ സജീവമായിരുന്നു. യുവദീപ്തി ലക്ഷം വീട് റോഡിന്റെ ശോചനാവസ്ഥയിൽ 100ഓളം പേരുടെ ഒപ്പുശേഖരണം ഒറ്റയ്ക്ക് നടത്തി അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. വിമുക്ത ഭടന്മാരുടെ സംഘടനാ പ്രതിനിധിയായിരുന്നു. ഇല്ലോൾ വേട്ടക്കുരുമകൻ ക്ഷേത്രം ട്രസ്റ്റി, നാലുപുരക്കൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തന കമ്മിറ്റി അംഗം എന്നിങ്ങനെ ക്ഷേത്രകാര്യങ്ങളിലും സജീവമായിരുന്നു. റീത്തയാണ് ഭാര്യ. പ്രത്യൂഷ് ഏക മകനാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കൊണ്ടുപോയത് കനത്ത സുരക്ഷയിൽ. ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നെന്ന് കെ സുധാകരൻ എം പി. ഇത് തടയാൻ സർക്കാരിനാവുന്നില്ലെന്നും എം പി. കണ്ണൂരിൽ വീടിന്റെ മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം. മരിച്ചത് കോളയാട് പഞ്ചായത്തിലെ ചെമ്പുക്കാവ് തെറ്റുമൽ സ്വദേശി ചന്ദ്രൻ. വയോധികയായ അമ്മയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനായ കെ സതീശൻ കുറ്റക്കാരൻ. ഉളിയിൽ വെമ്പടിച്ചാൽ വീട്ടിൽ പാർവതി അമ്മയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.